2 കിലോ മട്ടൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക, ഗരം മസാല സ്പൂൺ ഇടുക, ഒരു അരമണിക്കൂർ വെള്ളം ഒഴിക്കാതെ വെയിറ്റ് ചെയ്യുക. വെള്ളം വേണ്ട കേട്ടോ. ഉള്ളിയും ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അത് 70% വെന്തിന് മതി. നമുക്ക് എണ്ണ ഓയിലോ നെയ്യ് വെച്ചിട്ട് നമ്മൾ 600 ഗ്രാം ഉള്ളി, സവാള, 400 ഗ്രാം തക്കാളി, 100 ഇഞ്ചി, 100 പച്ചമുളക്, 100 വെളുത്തുള്ളി, എല്ലാം സമാസമം മതി. മസാല കുറച്ചിട്ട് കൂടുതൽ വേണം. ഉപ്പ് മട്ടനിലുണ്ട്. പിന്നെ 2 സ്പൂണ് മട്ടൻ മസാല, 2 സ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1 സ്പൂണ് ഗരം മസാല, ബിരിയാണി മസാല എന്നൊക്കെ പറയില്ലേ അത്. ഇനിയൊന്നും നോക്കാനില്ല, നമ്മളെ വെന്ത മട്ടൻ അതിലേക്കാട്ട് കൊട്ടുക. വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്ര വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചാൽ എന്താക്കി സ്ഥിതി? വെള്ളം വേണ്ട, വെള്ളം ഒഴിക്കാതെ ഒഴിച്ചെടുക്കുക. അപ്പോൾ അത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഏതാണ്ടായാലും 3 സ്പൂണ് തൈര്, അതായത് 200 ഗ്രാം തൈര്, 1 ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന ആൻഡ് കറിവേപ്പില. അതൊന്നും കണക്കില്ല, കുറച്ചൊക്കെ ഇട്ടാൽ മതി. മട്ടൻ ബിരിയാണി അല്ലേ. ഒന്നൊന്ന് മസാല പിടിച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഉള്ളിയും ഉണ്ടിപ്പരിപ്പും മുന്തിരി പൊരിച്ച നെയ്യിലേക്ക് ഗരം മസാല, അതായത് കറുകപ്പട്ട ആൻഡ് ഏലക്ക, ഗ്രാമ്പു, ഈ അരി ഒന്ന് 2.5 കിലോ അരി കഴുകി വെച്ച് കേട്ടോ, ഒന്ന് വറുത്തെടുക്കുക. 5 മിനിറ്റ് വറുത്താൽ മതി. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 1.5 പാട്ടർ. അപ്പോൾ പെരുന്നാൾ ബിരിയാണി കുറച്ച് ലിമ്പ് വെള്ളം, ചെറുനാരങ്ങ വെള്ളം ഒഴിക്കുക, ജ്യൂസ്. അപ്പോൾ ഈ ഒരു പരുവം നല്ല അടച്ച് വെക്കണം. ചോറ് ഇതിൽ നിന്ന് വേവണം. 1/2 മണിക്കൂർ ദമ്മ് കിടക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ 1/2 മണിക്കൂർ, ഇത് മട്ടനും ശരിയായി, 1/2 മണിക്കൂറായി. ഇനി നമുക്ക് പരിപാടിയൊന്നുമില്ല. ചോറ് ഇളക്കുക, അതിലേക്ക് കൊട്ടുക. നല്ല ചോറ് കേട്ടോ, 1 മണിയൊന്നും തൊടില്ല. കുറച്ച് മസാല നമ്മളെ ഒരു പ്രത്യേകത ആണ്, അതിൻ്റെ പ്രത്യേകത. കുറച്ച് വലിയ ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ദമ്മിടുന്നത് കുറച്ച് മല്ലിയില, ഉള്ളി ആൻഡ് കുറച്ച് ഗരം മസാല, കുറച്ച് പൈനാപ്പിൾ ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റും ഇല്ല, അപ്പം ഞാൻ കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ തക്കാളി ഇടയ്ക്ക് കാണുന്നത് നല്ല രസമാണ് കാണാൻ ബിരിയാണി കഴിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കൂടി ചേർത്ത് കുറച്ച് RKG ഒന്ന് അടച്ച് വെക്കുക. നമ്മൾ കഴിക്കാൻ നേരത്ത് ഒന്ന് ഇളക്കുക. പെട്ടെന്ന് പരിപാടി തന്നെയല്ല, നല്ല അടിപൊളി ബിരിയാണിയാണ് മക്കളെ. നല്ല ചൂടോട് തന്നെ കഴിച്ചോളി. പെരുന്നാൾ ബിരിയാണി. താങ്ക് യു. എല്ലാവരും ഉണ്ടാക്കി നോക്കി മക്കളെ.